കായലരികത്ത് വായോ നാട്ടാരേ, ഓലമൊടയണ കാണാൻ നാട്ടാരേ. ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നെന്ന് വിചാരിക്കുന്നു. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. നമ്മളിന്ന് നിൽക്കുന്നത് കഠിനംകുളം കായലരികത്താണ്. ഇന്ന് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു റയറും വെറൈറ്റിയുമായിട്ടുള്ളൊരു കാര്യമാണ് ഓല മുടയുന്നത്. ഇത് എല്ലായിടത്തും കാണാൻ കഴിയുന്നൊരു കാര്യമല്ല. പണ്ടൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു, ഇപ്പം വളരെ ചുരുക്കം പേരേ ചെയ്യുന്നുള്ളൂ. അതിന് വേണ്ടിയിട്ടുള്ള ഫസ്റ്റ് സ്റ്റെപ്പാണ് ഈ ഓല കീറുന്നത്. ഈ കീറിയ ഓല കുതിർക്കാനായിട്ട് കാലിൻ്റെ അടിയിൽ വെള്ളത്തിൽ ഇടുന്നതാണ്. കാലിൻ്റെ അരികത്തുള്ള കുറച്ച് ഇറങ്ങാൻ പറ്റുന്ന സ്ഥലമുണ്ടല്ലോ, അവിടെയാണ് ഇത് കുതിർക്കാനായിട്ട് ഇടുന്നത്. അതായത് ഇന്ന് കുതിർക്കാനിടുന്ന ഓല നാളെയാണ് എടുക്കുന്നത്. ഇപ്പോൾ അതേ ഈ കാണിക്കുന്നത് ഇന്നലെ കുതിർക്കാൻ വേണ്ടി ഇട്ടിരിക്കുന്ന ഓലയാണ്. അതിൻ്റെ അവിടെ കുറച്ച് കൊതുമ്പും ഇങ്ങനെ ചൂട്ടുമൊക്കെ വെച്ചിരിക്കുന്നത് അടയാളം വെച്ചിരിക്കുന്നതാണ്. എവിടെയാണ് ഈ ഓല കുതിർക്കാൻ ഇട്ടിരിക്കുന്നത് എന്നുള്ളത് മറന്നു പോകാതിരിക്കാൻ വേണ്ടി. തേർഡ് സ്റ്റെപ്പ് ഈ കുതിർന്ന ഓല എങ്ങനെയാണ് എടുക്കുന്നതെന്നൊക്കെ ഉള്ളത് കാണിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് മുടയുന്നത്. പ്രദേശത്ത് തന്നെ ഇവിടെ മാത്രമേ ഇപ്പോൾ ഓല മുടയുന്നുള്ളൂ. പണ്ടൊക്കെ ഇഷ്ടം പോലെ പേര് ഓല മുടയുമായിരുന്നു. ഈ കാണുന്ന ക്രാഫ്റ്റാണ് ഓല മുടച്ചിലെന്ന് പറയുന്നത്. ഇത് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ളവർക്ക് ഒരു ഓല 1.5 മിനിറ്റിലൊക്കെ ചെയ്യാൻ പറ്റും. ഭയങ്കര സ്പീഡിൽ ചെയ്യാൻ പറ്റും. നല്ല ടാലൻറ്റ് സ്കില്ലും വേണ്ട ഒരു കാര്യമാണിത്. ഇത് ഓൾമോസ്റ്റ് കഴിഞ്ഞു എന്ന് തന്നെ പറയാം. ഇത് ഒരുപാട് സ്കില്ലും എക്സ്പീരിയൻസും വേണ്ട ഒരു കലയാണ് കേട്ടോ. ഓല മേഞ്ഞ കെട്ടിടങ്ങൾ ഇപ്പോൾ കുറവാണല്ലോ, എല്ലാവർക്കും ടെറസ് വീടൊക്കെ അല്ലേ. അപ്പോൾ ഇത് ഒരു മൺമറഞ്ഞു പോയ കല പോലെയാണ്. പക്ഷെ എന്ത് രസമായിട്ടാണ് അവരത് ചെയ്യുന്നതെന്നറിയാമോ. അവരുടെ കൈകളൊക്കെ പോകുന്ന സ്പീഡും നല്ല കണ്ടുകൊണ്ടിരിക്കാൻ തന്നെ രസമുണ്ട്. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ, അതായത് മുടഞ്ഞു കഴിഞ്ഞ ഓലകൾ ഉണക്കാനിടുന്നത്. ഇത് എന്നിട്ട് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പൊ വീടെല്ലാം അപ്പൊ ഈ ഓലയ്ക്കൊക്കെ ആവശ്യക്കാരെന്ന് പറഞ്ഞാൽ അവര് റിസോർട്ടിന്റെ പണിക്കും ഈ വെള്ളക്കാർ വരുന്നതിന് ഓലയിൽ കിടക്കും. അപ്പൊ അതിനു വേണ്ടി അവര് ഈ ഓല മുടച്ചിട്ട് ഓല എവിടെ ഉണ്ടെന്ന് തിരക്കി വരും. അപ്പം നമ്മൾ അവിടെ ബോർഡ് വെച്ചിട്ടുണ്ട്. ആ ബോർഡ് അനുസരിച്ച് എൻ്റെ ഫോൺ നമ്പർ 81 29 05 37 43 ആ നമ്പർ എല്ലാ ബോർഡിലും ഉണ്ട്. ഇങ്ങനെ പല സ്ഥലത്തുനിന്ന് നെടുമ്പാശ്ശേരി ഇങ്ങനെ പല സ്ഥലത്തുനിന്നും അറിഞ്ഞ് വന്ന് എടുത്തിട്ട് പോകും. അസുഖം പിടിച്ചോണ്ട് ഓല കിട്ടാനും ഇല്ലല്ലേ. ഓല പിന്നെ പുത്തൻതോപ്പ്, സെന്റ് ആൻഡ്രൂസ്, പിന്നെ വേളിയിൽ, പിന്നെ ഇവിടെ ശാന്തിപുരം, വെട്ടുതുറ, ഇങ്ങനെ ഓരോ സ്ഥലത്തും പോയി വണ്ടി പിടിച്ച് കഷ്ടപ്പെട്ടെങ്കിൽ നമുക്ക് 10 രൂപ കിട്ടും. മുതലും മുടിക്കായിരുന്നു ആദ്യമല്ലോ. അങ്ങനെ ജീവിച്ച് പിന്നെ ഇവിടെ 5 മുറച്ചക്കാരുണ്ടായിരുന്നു. അപ്പോൾ ഈ ഫേമസ് ആയപ്പോൾ ഒരാളായിരുന്നു ഇരിക്കുന്ന സീതയെന്ന് പറഞ്ഞവരാണ് മെയിൻ ആയിരിക്കുന്ന ആള്. കായൽപാലം കാണാൻ പറയാ അത് 1.5 കൊല്ലം 2 കൊല്ലം സൂക്ഷിച്ചേ കിടക്കും. പിന്നെ ചെതല് കയറാതിരിക്കാൻ വേണ്ടി ഇത് കരിയായതൊക്കെ ഇതൊക്കെ അടിക്കണം. ബാബാ സുരേഷിനാണ് ആ കെട്ടി വെച്ചിരിക്കുന്ന പോലെ കൊണ്ടുപോയി. മനോഹരമായ കഠിനംകുളം കായലും അതിലും മനോഹരമായ കായലരികത്തെ കാഴ്ചകളും. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓല വീടൊക്കെ പണിയണമെങ്കിലേ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഓല ഇവിടെ നിന്ന് എടുത്താൽ മതി. അപ്പോൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്